Hi guys, Xylem another day of celebration and happiness വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ റീനീറ്റ് കഴിഞ്ഞിട്ടുള്ള ടോപ്പേഴ്സ് ഒക്കെ സൈലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ എല്ലാവരെയും ഇന്ന് മീറ്റ് ചെയ്യും. അവരുടെ കൂടെ നമ്മൾക്ക് ഇന്നൊരു അടിപൊളി സെലിബ്രേഷനും കുറേ സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ആർ ഗോയിങ് ടു മീറ്റ് ഓൾ ഓഫ് ദം ആൻഡ് ടോക്ക് ടു ദം. അവരൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അതിനേക്കാളും എക്സൈറ്റഡ് ആണ് ഇന്നത്തെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് ഒക്കെ ഇതാ ഈ റൂമിൽ ഉണ്ട്. നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് അല്ല, ഡോക്ടേഴ്സ് ആയാലും ഇരിക്കൂ. അതായത് നിങ്ങളുടെ ഒക്കെ ഇപ്പോഴത്തെ ഒരു എന്താണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചോദ്യം ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ മതി. എന്താണ് മോളുടെ പേര്? ആമിന. സോ ഹൗ ഡു യു ഫീൽ നൗ? വെരി ബ്ലെസ്ഡ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ ദിവസത്തെ സാക്രിഫൈസ് ഇതെല്ലാം ടു ആൻ എൻഡ്. യെസ്, ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് നോ വേർഡ്സ്. വെരി ഹാപ്പി, വെരി ഹാപ്പി ഫോർ യു. ഓക്കെ, ആൻഡ് വാട്ട്സ് യുവർ നെയിം? ഗൗരി പറയൂ. എനിക്കും അത് തന്നെ മാം, കുറെ വർഷമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വരാൻ പറ്റണം എന്നുള്ളത്. സോ ഫൈനലി ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഓ നൈസ്, സോ ഹാപ്പി. ഓക്കെ, ആൻഡ് മോന്റെ പേര്? കശ്യപ്. ഓക്കെ, പറയൂ. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സന്തോഷം കിട്ടിയിട്ടുണ്ട് അത്. ഓക്കെ, ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന്റെ ഒരു ഫലം. ഓക്കെ, ഗ്രേറ്റ്. ഇവിടെ നമ്മുടെ സുമി മിസ് ഉണ്ടായിരുന്നല്ലോ, പോയി. നമ്മുടെ തൃശ്ശൂർ ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫാക്കൽറ്റീസ് പറയൂ, വാട്ട് ഡു യു ഫീൽ? ഒരുപാട് സന്തോഷം, കുട്ടികളെയും കൊണ്ട് ഈ ഒരു ദിവസം ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം. ഓക്കെ, മിസ്സുമാരുണ്ട്, എല്ലാവരും ഉണ്ട്, ഹാപ്പിയാണ്. മിസ്സുമാരും ഭയങ്കര ഹാപ്പി, എവറിബഡി ഈസ് ഹാപ്പി. ഇത് പാരന്റ് ആണോ? മോന്റെ കൂടെ വന്നതാ? ഓക്കെ, എന്താണ് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് മോനെ കുറിച്ച്? സന്തോഷം. ഓക്കെ, എവിടുന്നാ വരുന്നേ? ഓക്കെ ഓക്കെ. അപ്പം മോനെ എങ്ങനെയുണ്ട്? സ്കോറൊക്കെ അടിപൊളിയാണ്. ഓക്കെ, മോന്റെ ഫീലിംഗ് പറയൂ. ഓക്കെ, ഹാപ്പിയാണ്. റീനീറ്റ് എഴുതിയപ്പം എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇത്ര സ്കോർ കിട്ടുമെന്ന്? ആദ്യത്തെ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നല്ലോ, പക്ഷെ എനിക്ക് അതിൽ മാർക്ക് കുറവായിരുന്നു. അപ്പൊ വീട്ടിലൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റീനീറ്റ് ചെയ്തപ്പോ എനിക്കറിയായിരുന്നു കട്ട് ഓഫ് കുറയുന്നു എക്സാം ഹാളിൽ വരുമ്പോ തന്നെ. പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ഉണ്ടാക്കുന്ന സന്തോഷമുണ്ട്. അപ്പൊ റീനീറ്റ് ഒരു ബ്ലെസ്സിങ് ആയി അല്ലേ? എവിടെയാ വീട്? പാലക്കാട്. അത് ഉമ്മയാണോ? ഉമ്മ സംസാരിക്കൂ, പറയൂ. ഡോക്ടറിന്റെ ഉമ്മയല്ലേ, പറയൂ. യെസ്. ഫസ്റ്റ് നീറ്റ് എഴുതിയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മോൾക്കന്ന് നമ്പർ എഴുതുന്നത് തെറ്റിപ്പോയി പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, ഭയങ്കര ഇതായിരുന്നു. കുറച്ചെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാം പ്രാവശ്യം പോയി വന്നപ്പോൾ ഭയങ്കര എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ശരിക്കും ഇത് മോൾക്കൊരു ബ്ലെസ്സിങ് ആയി ഈ റീനീറ്റ് നടന്നത് അല്ലേ? എല്ലാരും അതൊരു പ്രശ്നമായിട്ട് കാണുമ്പോൾ ഫോർ സം പീപ്പിൾ ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. നൈസ്. നല്ല ഹെയർ സ്റ്റൈൽ ഒക്കെ ആണല്ലോ, അടിപൊളി. യെസ്. ഓക്കെ, മക്കള് പറ, ഇത് പാരന്റ് ആണോ? ഓക്കെ, ആരുടെ പാരന്റാ? ഓക്കെ, എവിടെന്നാ വരുന്നേ? ഞങ്ങമാള. ഓക്കെ, തൃശ്ശൂർ. അപ്പൊ പറയൂ, എന്താണ്, വാട്ട് ഈസ് ദ ഫീലിംഗ്? സന്തോഷമാണ്. നമ്മൾ കത്തിരുന്ന് ഇവിടെ എത്തിച്ചേരേണ്ട ഒരു അവസരം നമുക്ക് കിട്ടിയതും. ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടൊക്കെ സൈലത്തിലെ ടീച്ചേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് എന്താ നല്ല മാർക്ക് സ്കോർ ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് us. That's very important. മോള് പറയും, മക്കൾ പറഞ്ഞേ, രണ്ടുപേരും കൂടി പറഞ്ഞോ. വാട്ട് ഈസ് യുവർ ഫീലിംഗ് നൗ? എക്സൈറ്റഡ്? ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ. ലൈക്ക് ഒരു 1 year ഡ്രീം ആയിരുന്നു ഇങ്ങനൊരു, നമ്മളിപ്പോ ഇങ്ങനെ കാലിക്കറ്റിക്ക് വരണം, ഇങ്ങനെ ഒരു ഈവന്റ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ. സോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഫീലിംഗ് സോ പ്രൗഡ്. ആദ്യത്തെ നീറ്റ് കഴിഞ്ഞപ്പോ മോള് വിചാരിച്ചിരുന്നോ ഇങ്ങനെ വരാൻ പറ്റൂന്ന്? ആദ്യത്തെ നീറ്റിന് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ റീനീറ്റ് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയല്ലോ, ഇത് പോയില്ലോ. പിന്നെ ഇതിലും കുഴപ്പമില്ല. എന്നിട്ടും you didn't give up and you're still here, right? See, that's destiny. ഓക്കെ, അപ്പൊ പിന്നെ ആരാണ്? നമ്മുടെ ഡോക്ടേഴ്സ് കുറെ പേര് വന്നിട്ടുണ്ട്. ഓക്കെ, പാരന്റ്സ് വന്നിട്ടുണ്ട്, ഒരു ഉപ്പ വന്നിട്ടുണ്ട് അല്ലേ? ഉപ്പ പറയൂ. വളരെ സന്തോഷം. പ്രത്യേകിച്ച് വർഷം നഷ്ടപ്പെടാതെ ഇന്റഗ്രേറ്റഡ് ആയിരുന്നു മോള്. ഫസ്റ്റ് ടൈം എഴുതിയ ആളാണ്. ഓക്കെ, ഏത് സ്കൂളായിരുന്നു? ഗോകുലം. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടുപേരുണ്ട്. മോള് സ്കൂൾ ടോപ്പർ കൂടെയാണ്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. അതോട് കിട്ടാൻ പറ്റി, രണ്ടും മറ്റേ ടൈം കിട്ടാൻ പറ്റി, കംപ്ലീറ്റ് ചെയ്യാം. അപ്പം പാരന്റ്സിനുള്ള ഒരു ഡ്രീം ആണല്ലോ 12th നല്ല മാർക്ക് വേണം, അറ്റ് ദ സെയിം ടൈം അല്ലേ അവർക്ക് എൻട്രൻസിലും നല്ലൊരു പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു കോളേജിൽ കയറാൻ പറ്റും. സോ മോളത് യങ് ഏജിൽ തന്നെ ഒരു 22-23 ആവുമ്പോഴേക്കും ഡോക്ടറാണ് അല്ലേ? So you've achieved it. Yes, yes. So ഉമ്മക്ക് എന്താ പറയാനുള്ള? വളരെ ഹാപ്പിയാണ്. അവരെക്കാളും ടെൻഷൻ ഞാൻ പാരന്റ്സിനാണ്. റിലാക്സ്ഡ് ആയി, ഹാപ്പി ആയി. മോളുടെ ഒരു പാരന്റ്സ് വെരി പ്രൗഡ് ഓഫ് യു. ഐ തിങ്ക് ദാറ്റ്സ് എവറി ചൈൽഡ്സ് ഡ്രീം അല്ലേ? സോ യു ആർ ഹാപ്പി.
ഹാപ്പി. Yes. റീനീറ്റ് ടഫ് ആയതുകൊണ്ട് തന്നെ അത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് മോക്ക് കിട്ടിയിരിക്കുന്നത്. നൗ യു ക്യാൻ ലൈക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാം. ലൈക്ക് യു ഹാവ് ലോട്ട് ഓഫ് ടൈം ടു പ്ലാൻ ആൻഡ് ഡു തിങ്സ്. ഏത് കോളേജിൽ പോകാനാണ് ആഗ്രഹം? ഡ്രീം കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പക്ഷെ അത് പ്രതീക്ഷിച്ചില്ല. എവിടെ കിട്ടുന്നതെന്ന് അനുസരിച്ചിട്ടല്ലേ. അപ്പം ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ കിട്ടട്ടെ. ഓക്കെ, മക്കള് പറയും മോളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇന്റർവ്യൂവിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ. അപ്പൊ മോള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ നൈസ്, സോ ഹാപ്പി യു ഹിയർ. യെസ്, പറയേ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യത്തെ നീറ്റിലും നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നീറ്റ് കുറച്ച് ടഫായി. കുറച്ച് സ്കോർ കുറവാണെങ്കിലും എനിക്കൊരു നല്ല അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കട്ട് ഓഫ് കുറയുമെന്ന്. അന്ന് മോള് വന്നിട്ട് എന്തൊക്കെയോ ഇന്റർവ്യൂവിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൈലത്തിലെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ. ഓക്കെ, സോ നൗ യു ആർ ഹിയർ സ്പീക്കിംഗ് അബൌട്ട് ഹൗ യു ഹാവ് സ്കോർഡ് വെൽ. സോ വി ആർ വെരി പ്രൗഡ് ഓഫ് യു. അടുത്ത ആള്. ആദ്യമേ നമ്മുടെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിയത്. പക്ഷെ അത്രയും പ്രതീക്ഷ പോലെ സ്കോർ ഇട്ടിട്ടുണ്ടായില്ല. ഇത്തവണ ഇറങ്ങിയപ്പോൾ ഭയങ്കര ടഫായതുകൊണ്ട് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ഇറങ്ങിയിട്ട് അത്യാവശ്യം സ്കോർ കണ്ടപ്പോഴത്തേനും ഇപ്പോഴും ആ ഒരു ഷോക്കിലാണ് ഇതെങ്ങനെ സംഭവിച്ചു. ഇതുവരെ റിലേ വന്നിട്ടില്ല. ഇല്ല, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നോ? എന്താ ഫീൽ ചെയ്തത് കണ്ടപ്പം? മെയിനായിട്ടും എനിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തു. ഇവിടുത്തെ കുറച്ച് നമുക്ക് ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടത് ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ നമ്മൾ എക്സാം എഴുതുന്ന ടൈമിൽ, നമ്മൾ ഇവിടെയൊക്കെ എഴുതുന്ന ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുമായിരുന്നു. കുറേ എഴുതി ടഫ് വന്നാലും നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായി. അറിയാത്തൊന്നല്ലോ അല്ലേ, നമുക്ക് ആ ഒരു നോർമൽ ഇവിടെ എഴുതുന്ന പോലത്തെ ഓക്കെ ഇത് അറിയത്തില്ലെങ്കിൽ വിടാം ആ ഒരു മെന്റാലിറ്റി, അല്ലാണ്ട് ടെൻഷൻ അയ്യോ അറിയത്തില്ല ആ ഒരു സംഭവം വന്നില്ല. അറിയില്ലാത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. ആ പേപ്പർ മര്യാദ പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് നൈസ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ആരെ പേരെന്റെ മോന്റെ? എവിടെന്നാ വരുന്നേ? ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രത്തുനിന്ന്. ഓക്കെ, സന്തോഷം. അമ്മയും പറഞ്ഞോളൂ. മോൻ ട്രിവാൻഡ്രം ക്യാമ്പസിലാണോ പഠിച്ചത്? അല്ല, ഞാൻ ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. ഓൺലൈനോ? ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റുഡന്റ്. കം ഓൺ, ഇനി ഇവനോട് കുറച്ച് വിശേഷം ചോദിക്കട്ടെ. ഏത് ബാച്ചാണ് പറയൂ? ഞാൻ ധീര ബാച്ചിലാണ് പഠിച്ചത്. ധീരയോ? നീ എന്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. തീർച്ചയായിട്ടും. പേരെന്താ മോന്റെ? എന്റെ പേര് അഖിലേഷ് എന്നാണ്. ഞാൻ ഒരു വർഷമായിട്ട് ധീര ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ധീരയിലെ സ്റ്റുഡന്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കൂ എല്ലാരും. ഓക്കെ, നൈസ്. എന്നാലും വളരെ നന്നായിരിക്കും. ക്ലാസ്സുകളൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എനിക്ക് അങ്ങനെ വീട്ടിലിരിക്കുന്ന ഫീലിംഗ് തന്നെ ഉണ്ടാവാറില്ല. വളരെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ നിന്ന് ടീച്ചേഴ്സ് സംസാരിക്കും പോലെ തന്നെ ഉണ്ട്. എന്ത് ഡൗട്ട് ചെയ്താലും ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ അപ്പം തന്നെ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഓൺലൈനാന്നുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് ഇന്ററാക്റ്റീവ് ആണ് നിങ്ങളൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആരാധന തോന്നിപ്പോ. അങ്ങനെയാണ് നമുക്ക്. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും ഒരു ഇന്റർവ്യൂ കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അമ്മ പറയൂ. എന്താ പറയാ പ്രത്യേകിച്ച് സന്തോഷം, ദൈവാനുഗ്രഹം. ഓക്കെ, ഡോക്ടറായി. ഒരു മോനാണോ ഉള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആദ്യത്തെ ഡോക്ടറാണോ ഫാമിലിയിലെ? ആദ്യത്തെ ഡോക്ടർ. ഓ നൈസ് നൈസ്. ഓ മൈ ഗോഡ്. അപ്പം നന്നായിട്ട് പറ്റാം, നല്ലൊരു ഡോക്ടറായി വരട്ടെ കേട്ടോ. അത് ഓൺലൈൻ ആയതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അല്ലാണ്ട് പറഞ്ഞതാണ്. എല്ലാവരും നല്ല ഡോക്ടറാണോ? ഓക്കെ. ഇത് നമ്മളെ ഇന്റഗ്രേറ്റഡ് സ്റ്റുഡൻ്റ് ആണ്, തൃശ്ശൂർ. ആള് ജെഇ ക്രാക്കിയിട്ടുണ്ട്, കീമിന് നല്ല റാങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നീറ്റും ആൾക്ക് ഇഷ്ടം നീറ്റ് MBBS ആയതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്, ആള് മാത്രം പറഞ്ഞില്ല. ഓക്കെ, അവൻ മിണ്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, പറയൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സൈലത്തിൽ. പിന്നെ ആദ്യം നീറ്റ് എഴുതിയപ്പോൾ കുറച്ച് സ്കോർ കുറവായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഏതാ കിട്ടണേ, ഇപ്പോൾ കിട്ടണതിന് പോവാം അങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് റീനീറ്റ് വന്നത്. അപ്പോൾ ആദ്യം ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, എല്ലാവർക്കും ഇതിൽ കൂടെ കടന്ന് പോകണമല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു. അപ്പോൾ നല്ല സ്കോർ കിട്ടി. നൈസ് നൈസ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മറ്റ് 22 ലക്ഷം കുട്ടികൾക്കും ഈ അവസ്ഥ തന്നെയായിരുന്നു. ആൻഡ് യു ആർ ഹിയർ. സോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണമായിരുന്നു റീനീറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ ഞാൻ പോയി ബാക്കി ടോപ്പേഴ്സിനെ കാണട്ടെ, പിന്നെ കാണാം. നമ്മൾ തമ്മിൽ ഇനി ഒന്നും കൂടി കാണാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്ന് അറിയണം, അതിനുവേണ്ടി വന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ പറയൂ, വാട്ട് ഡു യു ഫീൽ നൗ?
സന്തോഷം, എല്ലാവർക്കും സന്തോഷം. മോള് പറയും. സന്തോഷം. നിങ്ങളൊക്കെ ഇന്റഗ്രേറ്റഡാ? എത്ര പേരുണ്ട് ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്തവര്? യെസ്, അടിപൊളി അല്ല, എല്ലാരും ഒരേ ബാച്ചിലെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഏത് കോളേജിൽ പോകാൻ ആഗ്രഹം? അങ്ങനെയൊന്നും ഇല്ല, എവിടെയെങ്കിലും ഒക്കെ പോയാൽ മതി. ബാഗ് ഊരി വെക്കൂലേ? ആരും കൊണ്ടോല്ലോ, അവിടെ വെച്ചോ. ഓക്കെ, മോള് പറ. ഒന്നുമില്ല. സന്തോഷം, സന്തോഷമാണ്, ഹാപ്പിയാണ്. ഉമ്മക്ക് എന്തെങ്കിലും പറയണ്ട? സന്തോഷം. ഓക്കെ, ഈ റീനീറ്റ് വന്നപ്പം മോൾക്ക് നല്ല സ്കോറൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പക്ഷെ എന്ത് പറ്റി? പിന്നെ എങ്ങനെ കിട്ടി? അറിയില്ല. മോള് നമ്മുടെ ഏത് ബാച്ചിലായിരുന്നു പഠിച്ചത്? ഇന്റഗ്രേറ്റഡ് ആണ്. ഓ നൈസ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഫസ്റ്റ് ടൈം നീറ്റ് ക്ലിയർ ചെയ്ത് അടിപൊളി സ്കോർ വാങ്ങിച്ചത്. ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് അറ്റ് Xylem? വെരി നൈസ്. ഓക്കെ, നല്ലതാണ്. അതായത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ എല്ലാം ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ എക്സാം ടഫായിരുന്നു കഴിഞ്ഞ എക്സാമിനെക്കാട്ടിലും. പക്ഷെ അത് നേരിടാൻ പറ്റി, ക്ലിയർ ചെയ്യാൻ പറ്റി. നമ്മുടെ മോക്ക് എക്സാം ഒക്കെ എഴുതിയിരുന്നോ? മക്കള് മോൾ എഴുതിയിരുന്നോ? അത് എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? അതന്നെയാണ്, അതിൽ നമ്മൾ ഓരോ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നിങ്ങളൊക്കെ ഇന്റഗ്രേറ്റഡ് സ്റ്റുഡൻസാ? അല്ല. ഏത് ബാച്ചാ മക്കള്? മോളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കിട്ടി എന്നതാണ് ഏറ്റവും വലുത്. നമുക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നല്ല വൃത്തിയിൽ ക്ലാരിറ്റിയോടെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ടീച്ചേഴ്സ്. അത് തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, അതുപോലെ ഓരോ മോക്ക് എക്സാംസും ഒത്തിരി മോക്ക് എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നും നമ്മൾ തെറ്റിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് സാർമാർ തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ഇന്നു ഓൾറെഡി തെറ്റിക്കും, ഇതിങ്ങനെയാണ് ശരിക്കും വരേണ്ടത് എന്ന് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ്, സോ വെരി ഹാപ്പി. ഏത് കോളേജിൽ പോകണമെന്ന് ആഗ്രഹം? സെലിബ്രേഷൻ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സും ഫാക്കൽറ്റീസും എല്ലാവരും ഇവിടെ റെഡിയാണ്. സ്റ്റേജ് വരെ സെറ്റാണ്. നമ്മൾ നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി സെലിബ്രേഷൻ തുടങ്ങിയിട്ട് കാണാം. ബൈ.